രക്തപുഷ്പാഞ്ജലി, പായസ വഴിപാട്, മുട്ടറുക്ക്, വെടി വഴിപാട്, നീരാഞ്ജനം, ഇങ്ങനെ അനേകം വഴിപാടുകൾ ഓരോ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അപ്പോൾ അതാത് പ്രതിഷ്ഠയ്ക്കനുസരിച്ചുള്ള പണ്ട് കാലം മുതലേ അനുഷ്ഠിച്ചു വരുന്ന വഴിപാടുകൾ ഉണ്ട്. അർപ്പിക്കുന്ന പൂവ് അല്ലെങ്കിൽ മറ്റ് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ അതിലെ ഊർജം പ്രതിഷ്ഠ സ്വീകരിക്കുന്നു. സങ്കൽപ്പിച്ച് അർച്ചന കഴിപ്പിക്കുന്നതിലൂടെ അർച്ചന കഴിപ്പിച്ച വ്യക്തിക്ക് വിഗ്രഹത്തിൽ നിന്നും ആരാധനാമൂർത്തിയിൽ നിന്നും ആ ഊർജം അർച്ചന കഴിപ്പിച്ച വ്യക്തിക്ക് ലഭിക്കുന്നു എന്നൊക്കെയാണ് വിശ്വാസം. പൊതുവെ ഉണ്ടാകുന്ന സംശയം, പൂർവികരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴിപാട് നേർന്നിട്ട് അവര് നടത്താതെ മരിച്ചു, അത് നിങ്ങളെ ബാധിക്കുമോ എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ഉന്നയിക്കാറുണ്ട്. അർച്ചന കഴിപ്പിക്കുക, വഴിപാട് നേരുക എന്നത് ഓരോ വ്യക്തികളെ അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മൂമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെ സഹോദരങ്ങൾ സഹോദരി അല്ലെ ബന്ധുക്കൾ അവരാരെങ്കിലും നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ നേരിട്ടിടയാകുന്നു, നിങ്ങൾക്കങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവർ നേർന്ന അർച്ചന അല്ലെങ്കിൽ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ പൂർവികരായിട്ടുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരുന്ന വഴിപാടുകൾ അങ്ങനെ അവർ നടത്തിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരും, അതൊരു വഴിമുട്ടായിട്ട് നിൽക്കുന്നു, അങ്ങനെയില്ല. അങ്ങനെ ഒരിക്കലും ജ്യോതിശാസ്ത്രം പറയുന്നില്ല. അപ്പം അതുകൊണ്ട് മറ്റൊരാൾ നേർന്നു, അത് അവരുടെ വ്യക്തി താല്പര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ പൂർവ്വകാലത്തിലുള്ള ആരുമായിക്കോട്ടെ, അത് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു വഴിപാട് നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷൻ നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് ചില വഴിപാടുകളും ചില അർച്ചനകളും ചില നേർച്ചകളും ഒക്കെ ചില ക്ഷേത്ര ദർശനങ്ങളും ചില ആചാരാനുഷ്ഠാനങ്ങളും ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് കുറ്റബോധമൊന്നും വേണ്ട. ഇപ്പോൾ ഒരാൾ പറഞ്ഞു അത് നിങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് എന്നുള്ള കുറ്റബോധമൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ സ്വന്തം മനസ്സ്, നിങ്ങളുടെ ഇഷ്ടം കൂടി അതിലുണ്ട്. അല്ലാതെ എല്ലാ ജ്യോതിഷന്മാരും പറയുന്നത്, നിങ്ങൾ ആരുടെ അടുത്ത് പോയാലും ആര് പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം ഒരു വിശ്വാസം, അത്രയേ ഉള്ളൂ.